ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ഒരു രംഗപ്രവേശം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ജയറാം ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായെന്നൊരു സംശയമുണ്ട്. ജയറാമിൻ്റെ വിദേശ യാത്രയും ഇതിനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പത്മകുമാറുമായിട്ട് നല്ല അടുപ്പം ജയറാമിനുണ്ടായിരുന്നു. കൂടാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിൻ്റെ വീട്ടിൽ ഈ പാളി കൊണ്ടുവന്ന് പൂജിച്ചതായിട്ട് പറയുന്നുണ്ട്. അന്ന് ജയറാം ചെറിയ രീതിയിൽ എന്തോ ഒരു തുക ഈ പറയുമല്ലോ എന്താ ദക്ഷിണ കൊടുക്കാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൽ കൂടുതൽ പൈസ കൊടുത്താലേ ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കാനുള്ള അവസരം കൊടുക്കുമെന്നാണ് ബംഗളൂരുവിലെ ചില ആളുകളൊക്കെ നേരത്തെ വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ജയറാം ഇതിനകത്ത് ഒരു പ്രതിയായിട്ടോ അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയായിട്ടോ ഒക്കെ കുടുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇപ്പം ജയറാമിനെ മാപ്പ് സാക്ഷിയാക്കും എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. അത് ജയറാം ഈ സിനുജി പറഞ്ഞതുപോലെ ജയറാം വരണമെങ്കിൽ ജയറാമിൻ്റെ പരിചയം, ജയറാമിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ജയറാം ഇതിനകത്ത് വരണമെങ്കിൽ പ്രതിയാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു അന്താരാഷ്ട്ര റാക്കറ്റിൻ്റെ ബന്ധം തന്നെയുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത് ഇതിനകത്ത് ഏറ്റവും വലിയ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യവും അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിനകത്തു നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ജയറാം 150 രൂപ മാത്രം കൊടുത്തിട്ട് ശബരിമലയിൽ നിന്ന് കോടതി പറഞ്ഞിട്ടുള്ളതും ഒരു നിയമസാധ്യതയില്ലാത്തതും അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്തൊരു വിഷയം അവിടുന്ന് പാളി ഇളക്കി ദ്വാരപാല ശില്പം ഇളക്കി വെളിയിൽ കൊണ്ടുവന്നു. കൊണ്ടുപോകാൻ താന്ത്രിക വിധിപ്രകാരം റൈറ്റ് ഇല്ല, തന്ത്രി കണ്ണടയ്ക്കുന്നു. കോടതി നിരീക്ഷണത്തിലുണ്ട്, കോടതി നിരീക്ഷണത്തിലുള്ളവരെ അറിയിക്കാതെ പോകുന്നു. ഇങ്ങനെ കൊണ്ടുപോയിക്കൂടാ എന്ന് അറിയാവുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് കമ്മീഷണറെ, തന്ത്രി, മേൽശാന്തി, പിന്നെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടി ഇത്തരത്തിലൊരു കൊള്ള, അതായത് കൊള്ളയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നു എന്നാണ് അതിന് മനസ്സിലാവും. സാധാരണ ഏതൊരിടത്ത് ചോദിച്ചാലേ മനസ്സിലാവും. ആ മനസ്സിലാക്കുമ്പം 150 രൂപയ്ക്ക് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പൂജിച്ചായിട്ട് സിനുവിൻ്റെ വീട്ടിൽ വാതിൽപ്പടിയും ദ്വാരപാല ശില്പവും കൂടെ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ വലിപ്പമല്ല, ആ ഒരു സാധനത്തിൻ്റെ അവിടുന്ന് എടുക്കുന്നതിൻ്റെ വലിപ്പം എത്ര വലിപ്പത്തിലുണ്ട്. അല്ലെങ്കിൽ എന്തോ സാധനം, ശ്രീകോവിലിന്റെ വാതിൽപ്പാളി, ദ്വാരപാല ശില്പം, വെളിയിൽ കൊണ്ടുപോകാൻ പോലും റൈറ്റ് ഇല്ലാത്തടത്ത് ഓരോ വീടുകളിൽ കയറ്റി മുക്കിന് എന്തോ പറയടിച്ചു പോവാന്നോ, നമ്മൾ പറയിടുവെന്ന് പറയത്തില്ല, അതിൽ അടിച്ചു പോവാന്ന് അവിടെ പോയിട്ട്. എന്നിട്ട് ഞാൻ 150 രൂപയെ കൊടുത്തിട്ടുള്ളെന്ന് ജയറാം പറഞ്ഞിട്ടുണ്ട്. ജയറാം കള്ളനാണ്. ജയറാം ഇതിനകത്ത് പ്രതിയാപ്പോ അത് തന്നെ അവിടം വെച്ച് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിടിക്കത്തില്ല സാറേ. ജയറാമിന്റെ വീട്ടിൽ ഇത്രയും ഇയാൾ പോട്ടെ, ഒന്നും വേണ്ട, നമ്മൾ വിശ്വാസിയായിട്ടുള്ളവർ പറയും അയ്യോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടൊന്ന് പോയിക്കണം, അതെന്താ വലിയ ചെലവാകും, എത്ര രൂപ വേണേലും തന്നേക്കാം. ജയറാമിനെ പോലുള്ള കൊടുക്കാനും പറ്റും. മാത്രമല്ല ഇത് ജയറാമിന്റെ വീട്ടിൽ വരുമ്പോൾ ജയറാമിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ജയറാം 100 രൂപ കൊടുക്കുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് അപ്പൊ തന്നെ പാളി നാക്ക് ഉളുക്കി, അല്ലെങ്കിൽ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ജയറാമിന് പതുക്കെ മാറ്റി നിർത്തിയേക്കുവായിരുന്നു. ഇതിനകത്ത് വേറെ വലിയ കാര്യം വരുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര കൊള്ളയുണ്ടെങ്കിൽ മാത്രമേ ജയറാമെ, പപ്പനെ, ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ നോക്കിയിരിക്കുന്ന കടകംപള്ളി സാറേ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട് രാഷ്ട്രീയത്തിനകത്ത്. 40-45 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വലിയ പോസ്റ്റുകൾ വരുന്ന ആൾക്കാരാണ്. ഇതിനകത്തുനിന്ന് സ്വർണം പൊട്ടിച്ചാൽ എത്ര കിലോ സ്വർണം കിട്ടും? ഇപ്പോൾ 4 കിലോ കിട്ടുമെന്ന് വെച്ചോ. 4 കിലോ ഒന്നും ഇല്ല, 4 കിലോ കിട്ടുമെന്ന് വെച്ചാൽ 5 കോടി രൂപയ്ക്കുള്ളൊന്നും കിട്ടത്തില്ലല്ലോ. 5 കോടി രൂപയ്ക്ക് കളയാനുള്ളതാണോ കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം? 50 കോടി 500 കോടിയും കിട്ടുമല്ലോ വേറെ പണി അതിനകത്ത് ഇരിക്കുന്ന പോസ്റ്റ് വെച്ച് ചെയ്താൽ. പപ്പനും അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിനകത്ത് കൊച്ചു കളി കളിച്ചാൽ നടക്കത്തില്ല. കളിയെന്ന് പറഞ്ഞാൽ കോടതി നേരത്തെ ചോദിച്ചതുപോലെ ഇത് കടല് കടന്നോ? ഈ സാധനം കൊണ്ടുപോയി ഇതുപോലൊരു സാധനം ഉണ്ടാക്കിച്ചിട്ട് ഇതിന്റെ ഒറിജിനൽ സാധനം കടല് കടന്നാൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അങ്ങനെ കടല് കടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അതിന് വേറെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ കേൾക്കേണ്ട വരും, ഈ ഒരു ആക്ഷേപ ജയറാമിന്റെ പേര് വരുന്നത് ഇത് കൊണ്ടുവന്ന് കാണിക്കണമല്ലോ. കടല് കടന്നിട്ട് വരുന്ന ആൾക്കാർ ഇന്ന സാധനം, ഇപ്പം അവിടെ നാള് വരുന്നുണ്ട്, സാധനം കാണണം. ശബരിമല ശാസ്താവിന്റെ സാധനം എവിടെയെങ്കിലും വെച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. വ്യക്തത വരുത്തി കൃത്യത വരുത്തി കാണിക്കണമെങ്കിൽ കൃത്യമായൊരു സ്ഥലം വേണം. അതിനൊരു പൂജ ജയറാമിന്റെ വീട്ടിൽ വെച്ച് അറേഞ്ച് ചെയ്തതാണോ? ഒരു പൂജയുടെ മറവിൽ ഇപ്പം ഈ പറയുന്ന റാക്കറ്റിന്റെ ആൾക്കാർ അവിടെ വന്നാൽ മതിയല്ലോ പൂജ കാണാൻ. പൂജ കാണാൻ വരുന്നു, സാധനം കണ്ടു ബോധ്യപ്പെടുന്നു. വേറെ വെളിയിൽ നിന്ന് ഒരാൾക്കാർ നോക്കുമ്പോൾ ഒന്നുമില്ല, ജയറാമിന്റെ വീട്ടിൽ വലിയൊരു പൂജ നടത്തുന്നു. വേറെ എവിടെങ്കിലും വെച്ച് നടത്താൻ ഹോട്ടലിൽ വെച്ച് കാണിക്കാൻ ഒക്കുവോ? വേറെ ഏതെങ്കിലും വെച്ച് കാണിക്കാൻ ഒക്കുവോ? പല അന്വേഷണം, ഇതിന്റെ പുറകെ വിജിലൻസും മറ്റൊരു മറിച്ചും ഒക്കെ ഉണ്ടല്ലോ, പല അന്വേഷണം ഉണ്ടല്ലോ, പലരെയും മറക്കേണ്ടി വരുന്നു. അപ്പൊ ഇതൊരു സേഫ് സോണായിട്ട് ഒരു പക്ഷേ റാക്കറ്റിന് ഈ സാധനം കാണുന്നതിനും വില പേശുന്നതിനും അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിനും വേണ്ടി വീടൊരുക്കിയോ ജയറാം എന്നുള്ള രീതിയിലേക്ക് ഒരു സംശയം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് ജയറാം എന്തിനാ പേടിക്കുന്നത്? ജയറാം എന്താ ചെല്ലാത്ത?
അല്ല ഒരു കുഴപ്പമില്ലെങ്കിൽ ജയറാമൻ ആരുമായിട്ടാ ബന്ധം? തന്ത്രിയുമായിട്ട് ബന്ധം. ജയറാമൻ ആരുമായിട്ടാ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടാ ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയെ പരിചയപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തൊഴിലാളിയപ്പാ. അത് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടല്ലേ, എനിക്ക് ഇതിനനുസരിച്ച് വിചാരിച്ച പോലെ പൈസ ഒന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തൊഴിലാളിയാ, ആദ്യം പിടിച്ചതൊക്കെ തൊഴിലാളിയാ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മൂരി ബാബു ഇവരെല്ലാം തൊഴിലാളികളാ. മുതലാളിമാരെ പിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. മുതലാളി കൊച്ചു മുതലാളിമാരെ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ മുതലാളിമാരന്ന് വിചാരിച്ചു ഇവരിലങ്ങ് നിൽക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ മുതലാളി അങ്ങോട്ട് പോകുമ്പോ ഇത് നമ്മൾക്ക് ഇനി വലിയ വിശാലമായിട്ട് കാണേണ്ടി വരും. ആരും അനങ്ങുന്നില്ലല്ലോ. ഇതിനകത്ത് വലിയ ഗൂഢാലോചനയും വലിയ തന്ത്രവും ഇതിനു മുമ്പേ വലിയ കൊള്ളകളും ഒക്കെ ഇവരല്ലാത്തവരൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കോൺഗ്രസ് മിണ്ടുന്നില്ലല്ലോ, BJP അനങ്ങുന്നില്ലല്ലോ, ഒരു സമരമില്ല. നേരത്തെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ കയറ്റിന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സമരമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊരു ബഹളമായിരുന്നു. അതിനെക്കാട്ടി വലിയ സാധനം വലിയ ഭഗവാനെ കൊള്ളയടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് എന്താ അത് മൊത്തം ഇപ്പൊ പിടിച്ചേക്കുന്ന നേരെ CPM അല്ലേ? എന്താ BJP അനങ്ങാത്തെ? CPM നല്ല കൃത്യമായിട്ടൊരു സമരമില്ലേ? എന്തിയാ സതീശൻ, VD സതീശൻ കാണുന്നു? അല്ല നിങ്ങളൊന്ന് പറ. നമുക്ക് നമ്മളെ പോലെ സാധാരണക്കാർ ചിന്തിക്കാമല്ലോ. ഒരു എന്തെങ്കിലും വിഷയമുണ്ട്, കാക്ക വലങ്ങ പറഞ്ഞ പ്രശ്നമാ പിണറായി പറപ്പിച്ചാന്ന് പറയുന്നത്. ഇവർക്ക് എന്താ ഇപ്പൊ ഇതിനകത്ത് സമരം ചെയ്യാനില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട മുതലെടുക്കാൻ ഏറ്റവും കൃത്യമായിട്ട് പറ്റിയൊരു മുദ്രാവാക്യം, ഒരു വിഷയം, പ്രത്യേകിച്ച് BJPക്ക് ഇവരാരും ഇല്ലെന്ന് സുരേന്ദ്രൻ പെല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് നമ്മുടെ മഹാഭാരതത്തിൽ അശ്വത്ഥമാവൻ ആനെ ദ്രോണരെ വധിക്കാൻ ആരുടെ കാര്യം വല്ല പറഞ്ഞ പോലെ ഇതുപോലെ SIT സംഘം ഒന്നും മോശമായിട്ടാണ് അന്വേഷിക്കുന്നത്. SIT സംഘം വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നതുകൊണ്ടാണല്ലോ പപ്പൻ ഇപ്പൊ അകത്ത് പോയത്, വീണ്ടും കടകംപള്ളിയിലേക്ക് നോക്കുന്നത്. അപ്പൊ SIT സംഘത്തിന്റെ അന്വേഷണം മോശമാണ്. താമസിപ്പിക്കുന്നത് വിശാലമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം വ്യക്തത വരുത്തി എടുത്ത് തെളിവ് ശേഖരിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നതിനാ. കോടതി കുറെ നിൽക്കുക. ഇതെന്തോയി നിങ്ങൾ അവിടെ ശേഷം അന്വേഷിക്കാൻ ഇങ്ങനെ കോടതി നിൽക്കുക. അപ്പൊ പിന്നെ അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് വരുത്തുന്ന സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നതിനകത്ത് അവരെ അല്ലെങ്കിൽ മാനസികമായിട്ട് കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ലയോ സുരേന്ദ്രൻ ഇപ്പം പറഞ്ഞു. ഇതുവരെ പറയാത്ത സുരേന്ദ്രൻ, ഇതുവരെ പറയാത്ത കോൺഗ്രസ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്തൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസിനകത്ത് പപ്പൻ തൊട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ നോക്കുന്ന ഇദ്ദേഹം ഉണ്ടോ, കടകംപള്ളി ഉണ്ടോ, ജയറാം ഉണ്ടോ, അവരുണ്ടാവണമെങ്കിൽ അതിനകത്തൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ ഉണ്ടായേ മതിയാവും. ചെറിയ കൊള്ളയ്ക്ക് കൊടുക്കുന്നതും ചെറിയ കൊള്ളയ്ക്ക് നിന്ന് കൊടുത്തിട്ട് അല്ലെങ്കിൽ മോശമാവാൻ നിൽക്കുന്നതുമായിട്ടുള്ള ബുദ്ധിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ഒന്നും അല്ല അവരാരും. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി ചോദിച്ച മറ്റേന്തോ സുരേന്ദ്ര ബാബു ഏതോ മറ്റേ ഒരു കൊള്ളക്കാരന്റെ കാര്യം പറഞ്ഞില്ല, മറ്റേ അന്താരാഷ്ട്ര സ്വാഭാവികമായിട്ട് കോടതി അങ്ങനെ ചോദിക്കണം. കോടതിയുടെ മുമ്പിൽ അത്തരം വലിയ ദൃഢമായ തെളിവുകൾ എത്തിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് SIT നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വാ. മാത്രമല്ല ഈ ജയറാം എന്തിനാണ് വിദേശയാത്ര നടത്തിയത് ഒരു ആരോപണം വന്നല്ലോ. ജയറാമിന് തുറന്നു പറഞ്ഞൂടെ ഞാൻ വിദേശയാത്ര എന്റെ സ്റ്റേജ് ഷോയ്ക്ക് പോയതാ, അല്ല ഞാൻ ഇന്ന പരിപാടിക്ക് പോയത്, എന്തുകൊണ്ടാണ്? അപ്പൊ ജയറാം മൗനം പാലിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം തന്നെ സ്വാഭാവികമായ സംശയം ഉണ്ടാകും, ഇയാൾക്ക് ഇതിനകത്ത് എന്താണ് ഇൻവോൾവ്മെന്റ്. അല്ലെങ്കിൽ ജയറാം പറ എന്നെ ചതിച്ചതാണ്, ആ പോറ്റി എന്നെ ചതിച്ചു, ഞാൻ അറിഞ്ഞില്ല, ചതിച്ചു എന്ന് പറഞ്ഞ് തുറന്നു പറയാലോ. അപ്പൊ പൊതുസമൂഹത്തിന് മുമ്പിൽ എന്തുകൊണ്ടാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ജയറാമിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തത്? തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് ഭയക്കുന്നത് എന്താണ്? കാരണം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. നേരത്തെ ഒരാളെ ദിലീപ് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തല്ലോ. അയാൾ ഇപ്പോഴും അന്വേഷണ വിധേയമായിട്ട് പ്രതിയായിട്ട് നിൽക്കാൻ കുറ്റം തെളിഞ്ഞിട്ടില്ല. അയാൾ അന്ന് ചെന്ന് കയറി കൊടുത്തായിരുന്നു, ഓർമ്മയുണ്ടോ? പ്രതിയാണെങ്കിൽ ചെന്ന് കയറി കൊടുക്കത്തില്ല എന്റെ ഒരു ഐഡിയ അനുസരിച്ച്. എന്നാ ഇപ്പൊ ജയറാം ഇപ്പൊ പറഞ്ഞു, സിനു പറഞ്ഞ പോലെ സത്യസന്ധനാണെങ്കിൽ എന്തിനാ ആമാന്തിക്കുന്നത്? എന്റെ വീട്ടിൽ ഇതുപോലെ ആരും വിശ്വസിക്കും? ഇതുപോലെ പറഞ്ഞു ഞാനൊരു സെലിബ്രിറ്റി, എനിക്ക് ഇവരെല്ലാം പരിചയം, തന്ത്രിയെ പരിചയം ഉണ്ടായിരുന്നു, പത്മകുമാറിനെ പരിചയം ഉണ്ടായിരുന്നു, ഇതുപോലെ അയ്യപ്പന്റെ പാടി വരുമെന്ന് പറഞ്ഞു. എന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പോയിച്ചാൽ അതിന് വേണ്ട ദക്ഷിണ തന്നേക്കാം. അങ്ങനെ സംഭവിച്ചാ കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒന്നുമില്ല സാറേ, ഒന്നുമില്ല സിനു, ഈ പറയുന്നവർ ഇത്രയേ ഉള്ളൂ. ബാക്കി വിദേശത്ത് പോയത് മറ്റേ മറിച്ചു ഒന്ന് അത് അന്വേഷിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ വിദേശത്ത് ഇതിനല്ല പോയത്, ഇതിനുള്ള ആൾക്കാരുമായിട്ടല്ല ബന്ധപ്പെട്ട്. അപ്പൊ എവിടൊക്കെ ഇച്ചിരി മണക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ വരട്ടെ. വരുന്നതെന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് റാക്കറ്റിന് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ വില പേശുന്നതിന് വേണ്ടി, സമ്മതിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഉള്ള ഒരു വീട് ഒരുക്കി കൊടുത്തിരിക്കുന്നു ജയറാം എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപം വരുന്നത് നമുക്കറിയത്തില്ല. എന്തുവായാലും അത്തരത്തിലൊക്കെ ഉള്ള വർത്തമാനങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ജയറാം വ്യക്തത വരുത്തി പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.